ഹായ് ഹലോ ഓൾ. നമ്മളെ പച്ചവെള്ളം അക്കാഡമിയിൽ UGC നെറ്റ് JRFന്റെ ഒരു എക്സ്ക്ലൂസീവ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കോഴ്സിലൂടെ നമ്മൾ ലക്ഷ്യം വെക്കുന്നത് മാക്സിമം JRF പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളതാണ്. നമുക്ക് ഇതുവരെ നമ്മൾ നടത്തിയിട്ടുള്ള കമ്പ്യൂട്ടർ സയൻസ് റിലേറ്റഡ് കോഴ്സുകൾ, PSC റിലേറ്റഡ് കോഴ്സുകളിൽ നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു ഫീഡ്ബാക്കും നമുക്ക് വന്നിട്ടുള്ള എൻക്വയറിനെ ഒക്കെ മാനിച്ചിട്ടാണ് നമ്മൾ ഒരു കൂട്ടം JRF ക്വാളിഫൈ ചെയ്തിട്ടുള്ള ആളുകളുടെ നേതൃത്വത്തിൽ കമ്പ്യൂട്ടർ സയൻസിൽ UGC നെറ്റ് JRF ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. സോ നമുക്ക് UGC നെറ്റുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, എങ്ങനെ നമുക്ക് എക്സാം ക്രാക്ക് ചെയ്യാം, അതിനുള്ള എളുപ്പവഴികൾ എന്തൊക്കെയാണ്, നമ്മുടെ ലക്ഷ്യം JRF ആണെങ്കിൽ നമ്മൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നെറ്റുമായി ബന്ധപ്പെട്ട് കുറച്ച് ബേസിക് ഇൻഫോ ആണ് നമ്മൾ ഇന്ന് ഷെയർ ചെയ്യുന്നത്. നമുക്കറിയാം നമ്മുടെ എക്സാമിന്റെ ആ ഒരു റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് രീതിയിലാണ് ഇപ്പോൾ വരുന്നത്. ഒന്നുകിൽ അഡ്മിഷൻ ടു PhD ആയിരിക്കും, അഥവാ നമ്മൾ PhD എൻട്രൻസ് ചെയ്താൽ തന്നെ എൻട്രൻസ് എക്സെപ്റ്റഡ് കാറ്റഗറിയിലൂടെ നമുക്ക് PhD അഡ്മിഷൻ നേടാൻ, അഥവാ ഡയറക്റ്റ് ആയിട്ട് ഇന്റർവ്യൂവിലേക്ക് നമുക്ക് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടുന്ന ഒരു ക്വാളിഫിക്കേഷൻ ആണ് അഡ്മിഷൻ ടു PhD. ദെൻ അടുത്ത അതിന്റെ ഹയർ കാറ്റഗറിയാണ് ലെക്ചർഷിപ്പിന് യോഗ്യത നേടുന്ന നെറ്റ്, മിനിമം എലിജിബിലിറ്റി ഫോർ ലെക്ചർഷിപ്പ്, അഥവാ ഹയർ എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങളിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ലെവൽ 10 സ്കെയിലുള്ള അസിസ്റ്റന്റ് പ്രൊഫസർ ആ ഒരു യോഗ്യതയിലേക്കുള്ള മിനിമം എലിജിബിലിറ്റിയാണ് ലെക്ചർഷിപ്പ്. സോ അതാണ് നമുക്ക് നെറ്റ് ക്വാളിഫിക്കേഷൻ കിട്ടുന്നതിലൂടെ കിട്ടുന്നത്. ദെൻ അതിലും ഹയർ ആയിട്ടുള്ള അടുത്തൊരു ക്വാളിഫിക്കേഷൻ ആണ് അതിൽ വരുന്ന ഹയർ കാറ്റഗറിയാണ് JRF. നമുക്ക് ഫെലോഷിപ്പോട് കൂടിയിട്ട് റിസർച്ച് ചെയ്യാനുള്ള അവസരമാണ് നമുക്ക് JRF കിട്ടുന്നത്. സോ അതിന്റെ എലിജിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു നെറ്റ് എക്സാം എഴുതാൻ നമ്മൾ എലിജിബിൾ ആണ് എങ്ങനെയാണെങ്കിൽ നമ്മൾ PG പെർസ്യൂയിങ് ചെയ്യുന്ന ആളുകളാണെങ്കിലും 55% മാർക്കോട് കൂടിയിട്ട് ജനറൽ കാറ്റഗറിയിൽ PG കംപ്ലീറ്റ് ചെയ്യുന്ന ആളുകളോ, അല്ലെങ്കിൽ 50% മാർക്കോട് കൂടിയിട്ട് റിസർവേഷൻ കാറ്റഗറിയിൽ PG കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ആളുകളോ, ഇനി അതും അല്ലെങ്കിൽ പുതിയ സ്കീം പ്രകാരം NEP 2020 പ്രകാരം 4 ഇയർ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള 75 മാർക്ക് ഉള്ള ആളുകൾ, അതല്ലെങ്കിൽ 70 മാർക്കുള്ള റിസർവ്ഡ് കാറ്റഗറി ആളുകളൊക്കെ ഈ ഒരു എക്സാം എഴുതാൻ എലിജിബിൾ ആണ്. എക്സാമിന്റെ പാറ്റേൺ നമുക്ക് നോർമലി CBT മോഡിലാണ് വരുന്നത്. നമുക്കറിയാം കഴിഞ്ഞ വർഷം നമുക്ക് ഒരു CBT മോഡ് അല്ലാത്ത നോർമൽ എക്സാം നടന്നിട്ടുണ്ടായിരുന്നു ഓഫ്ലൈൻ ആയിട്ട്. പക്ഷെ അതിൽ പരാജയമാണ് ഉണ്ടായത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇനിയും വീണ്ടും CBT മോഡ് തന്നെ കണ്ടിന്യൂ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം. കാരണം ഡിസംബർ CBT മോഡ് ആയിരുന്നു ഉണ്ടായിരുന്നത്. നമുക്ക് പഠിക്കാനുള്ളത് 2 പേപ്പേഴ്സ് ആണ്. പേപ്പർ 1 ജനറൽ പേപ്പർ ആണ്. അത് കോമൺ ആയിട്ടുള്ള എല്ലാ സബ്ജക്റ്റുകൾക്കും കോമൺ ആയിട്ടുള്ള ഒരു പേപ്പറാണ്. 50 ക്വസ്റ്റ്യൻ ഉണ്ടാവും. നമുക്ക് 100 മാർക്കാണ് ഇതിൽ മാക്സിമം മാർക്ക് വരുന്നത്. അതുപോലെ തന്നെ പേപ്പർ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സബ്ജക്റ്റ് ആണ്. നമുക്ക് കമ്പ്യൂട്ടർ സയൻസിലുള്ള പേപ്പേഴ്സ് ആണ് പേപ്പർ 2 വരുന്നത്, അഥവാ മൊഡ്യൂളുകൾ. 100 മാർക്കിനുള്ള, 100 ക്വസ്റ്റ്യന് 200 മാർക്കിനുള്ള രീതിയിലാണ് ഫോം ചെയ്തിട്ടുള്ളത്. ദെൻ 180 നമുക്ക് ടോട്ടൽ മിനിറ്റ് കിട്ടുന്നത്. 180 എന്ന് പറയുമ്പോൾ 1 മിനിറ്റും 2 സെക്കൻഡും എന്നുള്ള രീതിയിലാണ് 1.2 മിനിറ്റ് ആണ് ഓരോ ക്വസ്റ്റ്യൻ നമുക്ക് ലഭിക്കുന്നത്. അതേപോലെ നമ്മുടെ എക്സാമിന്റെ ഇടയിൽ ബ്രേക്ക് ഇല്ല. പേപ്പർ 1ഉം പേപ്പർ 2ഉം ഒന്നിച്ച് ഒറ്റ എക്സാം ആയിട്ടാണ് ഇപ്പൊ നടത്താറുള്ളത്. പ്രത്യേകിച്ച് NTA എക്സാം സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം NTA ഏജൻസി എക്സാം കണ്ടക്ട് ചെയ്യാൻ തുടങ്ങിയതിനു ശേഷം അതിന്റെ ഇടയിൽ ബ്രേക്ക് ഇല്ലാതെയാണ് എക്സാം നടത്തുന്നത്. ഇനി നമുക്ക് ജനറലില് 40 മാർക്കും റിസർവേഷൻ ഉണ്ടെങ്കിൽ 35 മാർക്കുമാണ് ഈ ഓരോ പേപ്പറിന്റെയും നമുക്ക് മിനിമം എലിജിബിലിറ്റി എന്ന് പറയുന്നത്. അഥവാ ജനറൽ കാറ്റഗറിയുള്ള ആളുകൾക്ക് പേപ്പർ 1ലും പേപ്പർ 2ലും 40 മാർക്ക് വീതമെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമാണ് അതിന്റെ റിസൾട്ടിൽ നമുക്ക് ഈ ഒരു 3 കാറ്റഗറിയിൽ അഡ്മിഷൻ ടു PhD അല്ലെങ്കിൽ നെറ്റ് അല്ലെങ്കിൽ JRFലേക്ക് പരിഗണിക്കാനുള്ള ഒരു കൺസിഡറേഷൻ നമുക്ക് കിട്ടും. ഇനി അത് റിസർവ്ഡ് കാറ്റഗറി ആണെങ്കിൽ 35 മാർക്ക്, അഥവാ 35-ൽ കുറവുള്ള ആളുകൾക്കൊന്നും എന്ത് വരില്ല, ഒരിക്കലും നെറ്റ് ക്വാളിഫൈ ചെയ്യുന്നതോ അല്ലെങ്കിൽ അഡ്മിഷൻ ടു PhD ചെയ്യുന്നതോ അല്ലെങ്കിൽ JRF കിട്ടിയെന്നുള്ള ആ ഒരു റിസൾട്ട് നമുക്ക് ഒരിക്കലും ലഭിക്കില്ല. അപ്പൊ അത് ഒരു മിനിമം കട്ട് ഓഫ് ആണ്. അതിന് മുകളിലേക്ക് കയറും, അതിന് ഏറ്റവും ടോപ്പ് വരുന്ന ആളുകളെയാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ മുന്നേ ഉള്ള ഒരു സ്കീമാണ് നമ്മൾ ടോട്ടൽ അപ്പിയർ ചെയ്യുന്നതിൽ 6% ആളുകളെയാണ് UGC നെറ്റ് ക്വാളിഫൈ ചെയ്തതായിട്ട് പരിഗണിക്കുന്നത്. അതേപോലെ 1% ആണ് JRF ക്വാളിഫൈഡ് ആയിട്ട് പരിഗണിക്കുന്നത്. അതുപോലെ തന്നെ അതിന്റെ ഏജ് ലിമിറ്റ് നമുക്ക് പ്രോസ്പെക്ടസിൽ അവൈലബിൾ ആണ്. നമുക്ക് 30 ആണ് മാക്സിമം ഏജ് ലിമിറ്റ് ഫോർ ജനറൽ കാറ്റഗറി. 5 ഇയേഴ്സ് നമുക്ക് റിലാക്സേഷൻ കിട്ടുന്നുണ്ട്. OBC അതുപോലെ SC ST കാറ്റഗറികൾക്കൊക്കെ, വുമൻ കാറ്റഗറികൾക്കൊക്കെ നമുക്ക് ഏജ് റിലാക്സേഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ മാർക്കിംഗ് സിസ്റ്റവും നമുക്കറിയാം, നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇതിന്റെ മാർക്കിംഗ് സിസ്റ്റത്തിൽ 100 മാർക്ക് ജനറൽ പേപ്പറിലും 200 മാർക്ക് സബ്ജക്റ്റിലും വെച്ച് ടോട്ടൽ 300-ആണ് നമുക്ക് മാർക്ക് വരുന്നത്.
നമുക്ക് നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല ഇതില്. നമുക്ക് എക്സാമിൽ ഏതെങ്കിലും ക്വസ്റ്റ്യൻ നമ്മൾ തെറ്റിച്ചു കഴിഞ്ഞാൽ, ഏതെങ്കിലും ക്വസ്റ്റ്യന്റെ ആൻസർ നമ്മൾ തെറ്റിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു മാർക്ക് കിട്ടില്ലെന്നേ ഉള്ളൂ. നമുക്കതിന് നെഗറ്റീവ് ഇല്ല. മാത്രവുമല്ല, ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ മാർക്ക് മാർക്ക് ഫോർ ഓൾ ആണ്. അഥവാ എല്ലാവർക്കും മാർക്ക് കിട്ടും. ഒരു എക്സാമിന്റെ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 2 മാർക്ക് വീതം എല്ലാ കാൻഡിഡേറ്റ്സിനും കിട്ടും എന്നുള്ളതാണ്. ഇനി പി എച്ച് ഡി അഡ്മിഷന്റെ ക്രൈറ്റീരിയ വരുന്നത്, ഇതിന്റെ റിസൾട്ട് എങ്ങനെയാണ് വരുന്നത്? കാറ്റഗറി 1 JRF അവാർഡ് ചെയ്യുന്നതാണ്. ആ JRF അവാർഡ് ചെയ്യുന്ന ആളുകൾ അസിസ്റ്റന്റ് പ്രൊഫസറിനും യോഗ്യത നേടും, അതേപോലെ പി എച്ച് ഡി അഡ്മിഷനും യോഗ്യത നേടും. ഇനി കാറ്റഗറി 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നെറ്റ് മാത്രം ക്വാളിഫൈ ചെയ്യുന്ന ആളുകളാണ്. അവര് JRFന് എലിജിബിൾ അല്ല, എന്നാൽ നെറ്റും കിട്ടുന്നുണ്ട്, പി എച്ച് ഡി അഡ്മിഷനും കിട്ടുന്നുണ്ട്. ഇനി മൂന്നാമത്തെ കാറ്റഗറിയാണ് അഡ്മിഷൻ ടു പി എച്ച് ഡി ഓൺലി. അതിൽ നമുക്ക് JRFും ഇല്ല, നെറ്റും ഇല്ല. ജസ്റ്റ് അഡ്മിഷൻ, പി എച്ച് ഡിക്ക് അഡ്മിഷൻ എടുക്കാനുള്ള ഒരു യോഗ്യത നമ്മൾ നേടുന്നെന്ന് മാത്രം. ഓക്കെ. അപ്പൊ ഇതിൽ ഈ നെറ്റും അതേപോലെ തന്നെ അഡ്മിഷൻ ടു പി എച്ച് ഡി ഓൺലൈൻ, ഈ രണ്ട് കാറ്റഗറി 2ഉം കാറ്റഗറി 3യിലും, ഇതിൽ രണ്ടിലും നമുക്കറിയാം 2 വർഷമാണ് നമ്മുടെ നെറ്റിന്റെ അല്ലെങ്കിൽ അഡ്മിഷൻ ടു പി എച്ച് ഡിയുടെ കാലാവധി. ഇതേപോലെ തന്നെ JRFന് 3 വർഷമാണ്. നമുക്ക് 3 വർഷത്തിന്റെ ഉള്ളിലായിട്ട് നമ്മൾ ജോയിൻ ചെയ്താൽ മതി എന്നുള്ളതാണ് നമ്മുടെ കാലാവധി. അഥവാ നമ്മൾ ക്വാളിഫൈ ചെയ്ത് 3 വർഷത്തിന്റെ ഉള്ളിൽ പി എച്ച് ഡിയിലേക്ക് ജോയിൻ ചെയ്യണം എന്നുള്ളത് JRFനും. നെറ്റോ അഡ്മിഷൻ ടു പി എച്ച് ഡി ആണെങ്കിൽ 2 വർഷത്തിന്റെ ഉള്ളിൽ നമ്മുടെ ആ ഒരു ക്വാളിഫിക്കേഷൻ കിട്ടിയതിനു ശേഷം 2 വർഷത്തിനുള്ളിൽ പി എച്ച് ഡിക്ക് അഡ്മിഷൻ എടുക്കണം. അതല്ലെങ്കിൽ അതെന്താവും, അത് ഇൻവാലിഡ് ആവും. പിന്നീട് നമ്മൾ വീണ്ടും അടുത്തൊരു എക്സാം എഴുതിയിട്ട് അത് ക്രാക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇതേപോലെ ഡയറക്റ്റ് ആയിട്ട് ഇന്റർവ്യൂയിലേക്ക് അപ്പിയർ ചെയ്യാൻ പറ്റുള്ളൂ. എക്സാം എക്സ്പെക്ടഡ് കാറ്റഗറി ആയിട്ട് നമ്മൾ പരിഗണിക്കുള്ളൂ. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും എൻട്രൻസ് എഴുതേണ്ട ഒരു സിറ്റുവേഷനും വരും എന്നുള്ള രീതിയിൽ കൂടെ മനസ്സിലാക്കുക. ദെൻ പ്രീവിയസ് ഇയർ കട്ട് ഓഫ് ആണ് നമ്മുടെ റീസെന്റ് ആയിട്ട് നടന്നിട്ടുണ്ടായിരുന്നത് 2024 ഡിസംബർ എക്സാമിന്റെ കട്ട് ഓഫ്. ഇവിടെ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. SC, ST, അതുപോലെ തന്നെ OBC, ജനറൽ കാറ്റഗറികളിലുള്ള കട്ട് ഓഫും ഓരോ കാറ്റഗറിയിലും എത്ര ആളുകൾ ക്വാളിഫൈ ചെയ്തു എന്നുള്ളതിന്റെ ഡീറ്റെയിൽസും ആണ്. ഇപ്പം JRF ആണെങ്കിൽ STയിൽ 178 മാർക്ക്, 8 ആളുകളാണ്. അതേപോലെ 174 മാർക്കാണ് SCക്ക് ഉള്ളത്, 22 ആളുകളാണ് ക്വാളിഫൈ ചെയ്തിട്ടുള്ളത്. OBCക്ക് 186 48 ആളുകളാണ് ക്വാളിഫൈ ചെയ്തിട്ടുള്ളത്. ഇതുപോലെ 198 നമ്മുടെ ജനറൽ കാറ്റഗറിയുടെ കട്ട് ഓഫ് ഉണ്ടായിരുന്നത്, 73 ആളുകളാണ് ക്വാളിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ. ഇതേപോലെ ഓരോ നെറ്റിനും കൊടുത്തിട്ടുണ്ട്. ഇതിന് പി എച്ച് ഡി ഓൺലി അഡ്മിഷൻ ടു പി എച്ച് ഡി ഓൺലൈനും കൊടുത്തിട്ടുണ്ട്. ഓക്കെ. അപ്പം ഇതാണ് ഈ റീസെന്റ് ആയിട്ട് കഴിഞ്ഞ എക്സാമിന്റെ കട്ട് ഓഫ്. ഇനി അതിന് തൊട്ട് മുന്നേ കഴിഞ്ഞ 2024 ജൂണിലെ എക്സാമിന്റെ കട്ട് ഓഫ് നോക്ക്. നമ്മൾ അന്നത്തെ എക്സാമിൽ ഒരു പ്രശ്നം വന്നിട്ടുണ്ടായിരുന്നു, നമുക്ക് എല്ലാവർക്കും അറിയാം. അന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നു, അതിനുശേഷം വീണ്ടും റീ എക്സാം നടത്തുക ചെയ്തത്. സോ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നടത്തിയ ഓഫ്ലൈൻ എക്സാം വീണ്ടും CBT മോഡിലേക്ക് മാറ്റി ഒന്നും കൂടെ ഈസി ആയിട്ടുള്ള, വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു ആ ഒരു എക്സാമിന് വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ മാർക്ക്, ഒരു എക്സെപ്റ്റഡ് സ്കോർ എന്നൊക്കെ നമ്മൾ പറയില്ലേ, ഒരു എക്സെപ്ഷണൽ സ്കോർ എന്നൊക്കെ നമ്മൾ പറയില്ലേ, ആ രീതിയിലേക്കാണ് JRFും നെറ്റൊക്കെ ഉയർന്നത്. ഇവിടെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ജനറൽ കാറ്റഗറിയിലൊക്കെ JRF 218 മാർക്കാണ്. ഇവിടെ 198 ഉള്ളത്. ഇപ്പൊ റീസെന്റ് ആയിട്ട് നടന്നതിൽ. അതിന് മുന്നത്തെ ആ റീ എക്സാം നടന്നതിൽ 218 മാർക്കാണ്. അഥവാ 196 STക്ക് പോലും ഉണ്ട്. STക്കൊക്കെ 178 നോർമൽ. അപ്പം ഇത്ര വലിയൊരു മാർജിനിലേക്ക് കട്ട് ഓഫ് ഉയർന്നിട്ടുണ്ടായിരുന്നു നമ്മൾ അന്നത്തെ എക്സാം ഈസി ആയതുകൊണ്ട്. അപ്പൊ അതുകൊണ്ട് ഓൾവേസ് ഈ ഒരു കട്ട് ഓഫ് പ്രതീക്ഷിക്കേണ്ട. നമ്മുടെ ഇപ്പൊ കഴിഞ്ഞ ഈ 2024 ഡിസംബറിൽ കഴിഞ്ഞ എക്സാമിന്റെ കട്ട് ഓഫ് ഉണ്ടല്ലോ, ഈ ഒരു റേഞ്ചിലായിരിക്കും നമ്മൾ ഇനിയുള്ള എക്സാമുകളും മാർക്കൊക്കെ നമുക്ക് കട്ട് ഓഫ് ഒക്കെ വരാൻ നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം റീ എക്സാം വന്നു കഴിഞ്ഞാൽ മാത്രമാണ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ ഒന്നും കൂടെ ഈസി ആവുള്ളൂ. കാരണം ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ച ഒരു 3 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ, 3-4 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ഏറ്റവും ഡിഫിക്കൽട്ടി അല്ല, ഹാർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് അവർ ചൂസ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു എക്സാം ഫെയിൽ ആയി കഴിഞ്ഞാൽ അടുത്തത് അതിനേക്കാളും ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും, അഥവാ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും ഉണ്ടാവുക. അപ്പം ആ ഒരു രീതിയിലേക്ക് കട്ട് ഓഫും ഉയരും. അതാണ് 2024 ജൂണിൽ സംഭവിച്ചത്. അപ്പൊ ഇവിടെ 2023 ജൂണിലും ഡിസംബറിലും നടന്നിട്ടുള്ള എക്സാമിന്റെ കട്ട് ഓഫ് കൂടെ കൊടുത്തിട്ടുണ്ട് അല്ലെ. 138, 132, ഏകദേശം ഒരേ റേഞ്ചിലാണ്, ചെറിയ മാറ്റേ ഉള്ളൂ. ഇവിടുത്തെ പോലെ കണ്ടു 196, 178 മാറ്റം പോലെ ഇത്ര വലിയൊരു ഗ്യാപ്പ് വന്നിട്ടില്ല അല്ലെ. അതേപോലെ തന്നെ SC ആണെങ്കിൽ 138, 134, 144, 140, അതൊക്കെ കട്ട് ഓഫ് ആണ്. അതേപോലെ തന്നെ ജനറലിന്റെ 160, 156, അതൊക്കെ നെറ്റിന്റെ കട്ട് ഓഫ് ആണ്. അന്ന് നെറ്റും JRF മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അഡ്മിഷൻ ടു PhD എന്ന് പറഞ്ഞൊരു കാറ്റഗറി 2023 ഇല്ലായിരുന്നു.
JRF നോക്കുകയാണെങ്കിലും 164, 152, 160, 152, 174, 162, 184, 174. അപ്പം ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ 2023 കാലഘട്ടങ്ങളിൽ 130ന്റെ ഇടയിലായിരുന്നു, 130ന്റെയും 40ന്റെയും ഇടയിലായിരുന്നു നെറ്റിന്റെ കട്ട് ഓഫ്. 130ന്റെയും 140ന്റെയും ഇടയിലായിരുന്നു നെറ്റിന്റെ കട്ട് ഓഫ്. പക്ഷെ അത് ഇത് എസ്റ്റിന്റെ. പക്ഷെ അത് എവിടേക്ക് കയറി? 148 കിടന്നു. 148 എന്ന് പറയുമ്പോൾ 140ന്റെ 50ന്റെ ഇടയിലേക്ക് കയറി. കാരണം അവിടെ മൂന്നാമതൊരു കാറ്റഗറി അഡ്മിഷൻ ടു PhD കൂടെ വന്നപ്പോൾ എല്ലാത്തിന്റെയും മാർക്ക് ഉയർന്നു. ഇപ്പൊ JRFന്റെ മാർക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ 164, 152 ടു 164, അഥവാ 150നും 165ന്റെ ഒക്കെ ഇടയിലായിട്ടാണ് വരുന്നെങ്കിൽ ഇതല്ല 178 എന്ന് പറയുമ്പോൾ 170ന്റെ മുകളിലേക്ക് കയറി JRFന്റെ മാർക്ക് കയറി. അപ്പം ഈ ഒരു 2024 ഡിസംബറിലെ ഈ ഒരു കട്ട് ഓഫ് നമ്മൾ ഏകദേശം എക്സ്പെക്ട് ചെയ്തിട്ട് ആ ഒരു മാർക്ക് ടാർഗറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ പ്രിപ്പറേഷൻസ് നമ്മൾ നടത്താൻ വേണ്ടിയിട്ട്. അതിനുള്ള പ്രിപ്പറേഷൻ നമ്മൾ നടത്തണം, ആ ഒരു മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള. ഓക്കെ, അപ്പം ഇതാണ് കട്ട് ഓഫ് ആയിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. നമ്മുടെ മിനിമം നമ്മുടെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 198 അല്ലെങ്കിൽ 190+, 195+ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ നമ്മൾ ജനറൽ കാറ്റഗറി ഉള്ള ആളുകളാണെങ്കിൽ നമുക്ക് ഒരു ഹോപ്പ് ഉണ്ട്. ഇനി റിസർവേഷൻ കാറ്റഗറി ആണെങ്കിൽ 100% നമുക്ക് JRF ക്വാളിഫൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. സോ അറ്റ്ലീസ്റ്റ് ഈ ഒരു മാർക്കിലേക്കെങ്കിലും നമ്മൾ ടാർഗറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക. ഇതിൽ ഇത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കുള്ള ഒരു പഠന രീതിയും ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയും നമ്മൾ ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. Then എന്തുകൊണ്ടാണ് UGC, JRF, നെറ്റ്, PhD ക്വാളിഫൈ ചെയ്യണം എന്നുള്ളത്, അല്ലെങ്കിൽ അതിന്റെ ഒരു ബെനിഫിറ്റ് എന്താണ്? അപ്പൊ നമുക്കറിയാം JRF ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എനി ടൈം അഡ്മിഷൻ ആണ് PhD-യിലേക്ക്. എനി ടൈം PhD-യിലേക്ക് അഡ്മിഷൻ ആണ് JRF ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ. നമുക്ക് ജസ്റ്റ് ഇന്റർവ്യൂ മാത്രം അറ്റൻഡ് ചെയ്താൽ മതി. പിന്നെ കമ്പ്യൂട്ടർ സയൻസിന്റെ കേസ് പറയുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലുള്ള ഏത് യൂണിവേഴ്സിറ്റികളിലും JRF ക്വാളിഫൈ ചെയ്ത ആളുകൾക്ക് ഇന്റർവ്യൂ ക്രാക്ക് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. കാരണം JRF ക്വാളിഫൈ ചെയ്തുള്ള ആളുകളെ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരുപാട് ഫാക്കൽറ്റീസ് അല്ലെങ്കിൽ ഒട്ടുമിക്ക ആളുകളും JRF ഉള്ള ഒരു കാൻഡിഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെയാണ് പ്രിഫർ ചെയ്യുക. അപ്പൊ അതുകൊണ്ട് തന്നെ JRF ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ PhD-ക്ക് അഡ്മിഷൻ കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി നമ്മൾ നെറ്റ് ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാലും JRF ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാലും രണ്ടുപേർക്കും അഥവാ രണ്ട് വിഭാഗത്തിലുള്ള ആളുകൾക്കും ലെക്ചർഷിപ്പിന് യോഗ്യത ഉണ്ട്. നമുക്കറിയാം നെറ്റ് ആണ് ശരിക്ക് യോഗ്യത, JRF അതിന്റെ മുകളിൽ പോകുന്ന യോഗ്യതയാണ്. അപ്പൊ അതുകൊണ്ട് ഓൾവേസ് എന്തുണ്ടാവും, ആ ഒരു ലെക്ചർഷിപ്പിന്റെ യോഗ്യത JRF ക്വാളിഫൈ ചെയ്തുള്ള ആളുകൾക്ക് ഉണ്ടാവും. കാരണം JRF ക്വാളിഫൈ ചെയ്തുള്ള ആളുകൾക്ക് 2 സർട്ടിഫിക്കറ്റ് കിട്ടുന്നത്, നെറ്റ് ക്വാളിഫൈ ചെയ്തുള്ള ആളുകൾക്ക് 1 സർട്ടിഫിക്കറ്റ് കിട്ടുമ്പോൾ JRF ക്വാളിഫൈ ചെയ്തുള്ള ആളുകൾക്ക് 2 സർട്ടിഫിക്കറ്റ് കിട്ടുന്നത്. ഒന്ന് നെറ്റ് ക്വാളിഫൈ ചെയ്തു എന്നുള്ളതും ഒന്ന് JRF അവാർഡിലെത്തുന്ന പറഞ്ഞാൽ JRF അവാർഡ് ചെയ്തിട്ടുണ്ടെന്നുള്ളതും രണ്ടുമാണ്. അതേപോലെ തന്നെ നെറ്റ് ക്വാളിഫൈ ചെയ്തിട്ടുള്ള ആളുകളും അഡ്മിഷൻ ടു PhD എന്ന് പറഞ്ഞ ആ ഒരു ക്രൈറ്റീരിയയിൽ, ആ ഒരു കാറ്റഗറിയിലേക്ക് വന്നിട്ടുള്ള ആളുകളും എക്സംപ്റ്റഡ് കാറ്റഗറിയിൽ വരുന്ന ആളുകളാണ്. അഥവാ PhD-യിലേക്കുള്ള അഡ്മിഷന് വേണ്ടിയിട്ട് ഒരു എൻട്രൻസ് എക്സാം ഫേസ് ചെയ്യേണ്ട ആവശ്യം ഇല്ലാത്ത ആളുകളാണ്. ഒരു PhD അഡ്മിഷൻ നേടണം എന്നുണ്ടെങ്കിൽ ഇന്റർവ്യൂ മാത്രം അറ്റൻഡ് ചെയ്താൽ മതി. അഡ്മിഷൻ ടു PhD-യും അതേപോലെ നെറ്റ് ക്വാളിഫൈ ചെയ്തിട്ടുള്ള ആളുകളും ആ ഒരു കാറ്റഗറിയിൽ വരുന്ന ആളുകൾ. അതേപോലെ തന്നെ JRF ക്വാളിഫൈഡും നെറ്റ് ക്വാളിഫൈഡും കാൻഡിഡേറ്റ്സ് നമ്മളെ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അതുപോലെ തന്നെ റിസർച്ച് ലാബുകളിലൊക്കെ വരുന്ന പ്രോജക്റ്റ് ഉണ്ടാവും. ഇങ്ങനെയുള്ള പ്രൊജക്ടുകളിലൊക്കെ നമുക്ക് പ്രൊജക്ട് ഫെലോ ആയിട്ട് അല്ലെങ്കിൽ JRF ജൂനിയർ റിസർച്ച് ഫെലോ എന്ന് പറഞ്ഞ പൊസിഷനിൽ നമുക്ക് വർക്ക് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടും എന്നുള്ളതാണ്. സോ നമുക്ക് ഒരുപാട് ചാലഞ്ചസ് ഉണ്ട്. കാരണം നമ്മൾ പറഞ്ഞല്ലോ 198 മാർക്ക് നമ്മൾ സ്കോർ ചെയ്തെടുക്കുക 300 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്ര ഈസി അല്ല. കാരണം ജനറൽ പേപ്പറൊക്കെ ഇപ്പോൾ നല്ല ഡെപ്തിലേക്ക് പോയിട്ട് നല്ല ഡിഫിക്കൽട്ടി ലെവൽ ആയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഇത്ര വലിയൊരു മാർക്കിലേക്ക് എത്തിപ്പെടുക, അതും ഒരു നാഷണൽ ലെവൽ എക്സാമിന്, നമ്മൾ പറഞ്ഞല്ലോ 1% ആളുകൾക്ക് മാത്രമാണ് JRF കിട്ടുന്നത്. ആ 1%ത്തിന്റെ എണ്ണം നമ്മൾ കണ്ടില്ലേ, ST-യിലൊക്കെ നമുക്ക് വെറും 8 ആളുകൾ, ഏകദേശം ഒരു 35+ ഒക്കെ 35,000+ ഒക്കെ ആളുകൾ അല്ലെങ്കിൽ 40,000+ ഒക്കെ ആളുകൾ എഴുതുന്നുണ്ട്. അതിന്ന് 8 ആളുകൾക്കാണ് ST-യിൽ കിട്ടുന്നത്. അതേപോലെ അതിന്ന് ഒരു 50ന്റെ ചുവടുള്ള ആളുകൾക്കാണ് OBC-യിൽ കിട്ടുന്നത്. 100ന്റെ ചുവടുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ 60, 65 ആളുകൾക്കൊക്കെയാണ് ജനറലിൽ കിട്ടുന്നത്. അപ്പം അത്ര ആളുകൾക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വിഭാഗവും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ടോപ്പ് 200 ഉണ്ട്. ടോപ്പ് 200 ആളുകളിലാണ് JRF ഒതുങ്ങി നിൽക്കുന്നത്. അപ്പം ഈ 40,000 ടോപ്പ് 200ലേക്ക് എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചാലഞ്ചിങ് ആണ്. നമ്മുടെ മുന്നിലുള്ള മെയിൻ ചാലഞ്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ നമ്മുടെ ഒരു സോഷ്യൽ മീഡിയ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. കാരണം നമുക്ക് നമ്മുടെ അറ്റൻഷൻ നമ്മൾ പഠനത്തിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുക എന്നുള്ളത് ഇപ്പൊ ഈ ഒരു ജനറേഷനിൽ ഭയങ്കര ഡിഫിക്കൽട്ടി ആയ ഒരു കാര്യമാണ്.
സോ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അതാണ്. നമ്മളെ ബാക്കിയുള്ള സോഷ്യൽ മീഡിയ ഇങ്ങനെയുള്ള ആക്റ്റീവായി നമ്മൾ നിൽക്കുന്ന പല മേഖലകളിലും നമ്മൾ മാറിയിട്ട് നമ്മൾ ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് മാക്സിമം ഫോക്കസ് ചെയ്യുക, നമ്മുടെ പഠനത്തിലേക്ക് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. നമ്മൾ മൊബൈലൊക്കെ നമ്മളെ കയ്യിൽ നിന്ന് മാറ്റി വെച്ചിട്ട് നെറ്റൊക്കെ മാക്സിമം ഓഫ് ചെയ്ത് വെക്കുക മാക്സിമം സമയങ്ങളിൽ. എന്നിട്ട് നമ്മൾ പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയും അല്ലെങ്കിൽ പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിൽ മുഴുകുക എന്നുള്ളതാണ്. പേപ്പർ വണ്ണിൽ നമുക്ക് 10 സബ്ജക്ട് ഉണ്ട്. അതാണ് മറ്റൊരു ചാലഞ്ച്. 10 സബ്ജക്ട് നമ്മൾ പഠിക്കാത്ത സബ്ജക്റ്റുകളാണ്, നമ്മൾ എവിടെയും പഠിക്കാത്ത സബ്ജക്റ്റുകളാണ്. അഥവാ നമ്മളെ അക്കാഡമിക് ജേർണിയിൽ നമുക്ക് കൈകാര്യം ചെയ്യേണ്ടി വന്നിട്ടില്ലാത്ത 10 സബ്ജക്റ്റുകൾ. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡും റിസർച്ച് ആപ്റ്റിറ്റ്യൂഡും അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷനും ഇങ്ങനെയുള്ള കുറെ സബ്ജക്റ്റുകളാണ് നമുക്ക് ജനറൽ പേപ്പറിലുള്ളത്. അപ്പം ഒരുപാട് ഒരു വലിയൊരു ശതമാനം ആളുകൾക്കും ഈ 10 സബ്ജക്റ്റും ഒരു പുതിയൊരു സബ്ജക്റ്റ് ആയിട്ടായിരിക്കും ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ടാവും. ഒരുപാട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത് പഠിക്കാനൊക്കെ ഉണ്ടാവും. അതും ഒരു ചാലഞ്ചിങ് ആയുള്ള ഒരു കാര്യമാണ്. അതേപോലെ തന്നെ പേപ്പർ ടൂവിൽ 23+ സബ്ജക്റ്റുകൾ. 23+ സബ്ജക്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് 10 മൊഡ്യൂളിലായിട്ടാണ് നമ്മുടെ സബ്ജക്റ്റുകൾ കിടക്കുന്നതെങ്കിലും 23ഓളം സബ്ജക്റ്റുകൾ നമുക്കുണ്ട്. 23ഓളം സബ്ജക്റ്റുകൾ എന്ന് പറയുമ്പോൾ ഇപ്പം ഓപ്പറേറ്റിംഗ് സിസ്റ്റം മാത്രം എടുക്കുകയാണെങ്കിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടാവും അതിൽ, ലിനക്സ് പ്രോഗ്രാമിംഗ് ഉണ്ടാവും അതിൽ, അതേപോലെ ഡിസ്ട്രിബ്യൂട്ടഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം, ഇതൊക്കെ നമുക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ തന്നെ വരുന്നതാണ്. അതേപോലെ തന്നെ നമ്മൾ കമ്പൈലർ ഡിസൈനും TOC കൂടെ ഒരു മൊഡ്യൂളാണ്. നെറ്റ്വർക്കും അതേപോലെ ഡാറ്റ കമ്മ്യൂണിക്കേഷനും സൈബർ സെക്യൂരിറ്റിയും അതേപോലെ തന്നെ ക്രിപ്റ്റോഗ്രഫിയും ഇതെല്ലാം അടങ്ങിയതാണ് മറ്റൊരു മൊഡ്യൂൾ. അപ്പൊ ഇതൊക്കെ ഓരോ ഡിഫറെന്റ് സബ്ജക്റ്റുകളായിട്ടാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പം ഏകദേശം 23 കൂടുതൽ സബ്ജക്റ്റുകൾ നമുക്ക് പഠിക്കാനുണ്ട് പേപ്പർ ടൂരിൽ എന്നുള്ളത് മറ്റൊരു വലിയൊരു ചാലഞ്ചാണ്. പിന്നെ നമ്മുടെ ചാലഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പഠിക്കേണ്ടതെന്നാണ് ഒരുപാട് ആളുകൾക്ക് അറിയാത്തത്. നമുക്ക് പഠിക്കാൻ നമ്മുടെ കയ്യിൽ എന്തൊക്കെയോ ഉണ്ട്, പക്ഷെ എന്ത് പഠിക്കണം എന്നുള്ളത് കറക്റ്റ് ആയിട്ട് അറിയാത്ത ആളുകളുണ്ട്. അഥവാ ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഇതിനൊരു സ്റ്റഡി പ്ലാൻ വേണം. സ്റ്റഡി പ്ലാൻ എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ 10 മൊഡ്യൂൾ പേപ്പർ ടൂലും 10 മൊഡ്യൂൾ പേപ്പർ വണ്ണിലും ഉണ്ട്. ഈ 20 മൊഡ്യൂൾ എങ്ങനെ പഠിക്കണം, ഈ ഓരോ മൊഡ്യൂളും നമ്മൾ എന്തൊക്കെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ. അപ്പം അതാണ് സ്റ്റഡി പ്ലാനിൽ. അപ്പം ഈ 20 മൊഡ്യൂളും നമ്മൾ മൊത്തം പഠിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ പഠിച്ച് JRF ക്വാളിഫൈ ചെയ്തവരല്ല ഭൂരിഭാഗം ആളുകളും. ഒരുപാട് ഏരിയസ് സ്കിപ്പ് ചെയ്തിട്ട് പഠിക്കുന്ന ഏരിയ മാക്സിമം ഫോക്കസ് ചെയ്തിട്ട് അതിന് മാക്സിമം ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത് പഠിച്ചിട്ട് അതേപോലെ തന്നെ എക്സാമിന്റെ ട്രെൻഡും പാറ്റേൺ ഒക്കെ മനസ്സിലാക്കി ആ രീതിയിലുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്ത് ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസും അതേപോലെ തന്നെ ആ രീതിയിലുള്ള മെറ്റീരിയൽ ഒക്കെ വെച്ച് പ്രിപ്പയർ ചെയ്തുള്ള ആളുകൾക്കാണ് JRF കിട്ടാറുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്കൊരു സ്റ്റഡി പ്ലാൻ ഉണ്ടാവുന്നത് നിർബന്ധമാണ്. എന്താണ് എങ്ങനെയാണ് പഠിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതും ആ പഠിക്കേണ്ട കാര്യങ്ങൾക്ക് ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കിയിട്ട് ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയിലൂടെ നമ്മൾ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അപ്പം അതും നമുക്കൊരു ചാലഞ്ചിങ് ആയുള്ള കാര്യമാണ്. കാരണം നമുക്ക് നമ്മുടെ മുന്നിൽ 3 മാസമോ ഒക്കെയാണ് നമുക്ക് മാക്സിമം ഓരോ നെറ്റ് എക്സാമിനും സമയം കിട്ടാറുള്ളത്. ആ ഒരു 3 മാസം കൊണ്ട് നമുക്ക് ഈ 20ഓളം മൊഡ്യൂളുകൾ അതല്ലെങ്കിൽ 23-10 33ഓളം സബ്ജക്റ്റുകളിൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന സബ്ജക്റ്റുകൾ ഓരോ ദിവസവും നമ്മൾ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യണം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അതേപോലെ തന്നെ നമ്മൾ സബ്ജക്റ്റ് തിയറി പഠിക്കണം. അതേപോലെ തന്നെ ലാസ്റ്റ് മിനിറ്റ് നോട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അത് പഠിക്കണം. ഫോർമുലാസ്, ടേബിൾസ്, പ്രോപ്പർട്ടീസ് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പം നമ്മള് ഇതിനൊരു സ്ട്രാറ്റജി ഉണ്ടാക്കുക എന്നുള്ളതും നമുക്ക് ചാലഞ്ചിങ് ആയുള്ള കാര്യമാണ്. മിക്ക ആളുകളും ഒന്നുകിൽ സ്റ്റുഡൻസ് ആയിരിക്കും അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്നവരായിരിക്കും. നെറ്റ് എക്സാമിന് വേണ്ടിയിട്ട് മാത്രം വീട്ടിലിരുന്ന് പഠിക്കുന്ന ആളുകളുടെ എണ്ണവും വളരെ കുറവാണ്. അതിനു വേണ്ടി മാത്രം സമയം മാറ്റി വെച്ച് പഠിക്കുന്നവരുണ്ട്. അപ്പോൾ കൂടുതൽ ആളുകളും മറ്റേതെങ്കിലും മേഖലയായിട്ട് ബന്ധപ്പെട്ട ആളുകളായിരിക്കും. അവരെ സംബന്ധിച്ച് ഇത് പഠിക്കാനുള്ള ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ അത് വലിയൊരു ചാലഞ്ചിങ് ആയിട്ടുള്ള കാര്യമാണ്. അതേപോലെ തന്നെ ടൈം മാനേജ്മെന്റ് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ചാലഞ്ചിങ് ആണ് കാര്യമാണ്. കാരണം നമുക്കറിയാം ഓരോ ദിവസത്തിലും നമുക്ക് കിട്ടുന്ന സമയത്തിന്റെ ഒരു ആ, ഭൂരിഭാഗം സമയവും നമ്മൾ മറ്റുള്ള കാര്യങ്ങളിൽ നമ്മൾ എൻഗേജഡ് ആയി പോകണം. നമുക്ക് പഠനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും നമുക്ക് സമയം കിട്ടുക എന്ന് പറഞ്ഞാൽ നമുക്ക് ആ, വളരെ കുറവായിരിക്കും അല്ലെ. പ്രിപ്പറേഷൻ ആണെങ്കിലും അത് എക്സാമുകളാണെങ്കിലും ഒക്കെ ആ ഒരു ടൈം മാനേജ്മെന്റ് ചാലഞ്ചിങ് ആയുള്ള കാര്യമാണ്. എക്സാമുകളിലൊക്കെ നമ്മൾ പൊതുവെ ഫേസ് ചെയ്യുന്ന കാര്യമാണ്. എക്സാം നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ എക്സാം എഴുതാൻ കഴിയാത്തൊരു അവസ്ഥയൊക്കെ ഉണ്ടാവാറുണ്ട്. കാരണം നമുക്ക് ടൈം മാനേജ്മെന്റ് എന്ന ഒരു കാര്യം ഇല്ലാത്തത് കൊണ്ട് തന്നെ ടൈം കറക്റ്റ് ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് മിസ് ചെയ്യുന്നതോ അല്ലെങ്കിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റാതെ വരുന്നതോ അല്ലെങ്കിൽ ആ ഒരു സമയത്തിനുള്ളിൽ നമ്മുടെ ഹറിബറി ആകുമ്പോൾ നമുക്കത് തെറ്റിക്കുന്ന ഒരു രീതിയിലൊക്കെയുള്ള അങ്ങനത്തെ വിഷയങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. എക്സാം ഹാളിലും അതേപോലെ പ്രിപ്പറേഷൻ ടൈമിലും അതിന്റെ ടൈം മാനേജ് ചെയ്യുക എന്നുള്ളതൊക്കെ നമുക്ക് ചാലഞ്ചിങ് ആയുള്ള കാര്യങ്ങളാണ്. സോ ഈ ചാലഞ്ചസ് ഒക്കെ നമ്മൾ മറികടന്നിട്ട് വേണം ഈ ഒരു നെറ്റ് JRF ക്രാക്ക് ചെയ്യാനും വേണ്ടിയിട്ടുള്ള ആ ഒരു സ്റ്റേജിലേക്ക് എത്താൻ. സോ ഈ ഒരു സ്റ്റേജിൽ നിങ്ങൾ എല്ലാവരും കടന്നു പോകും. ഇതിനു വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ
സോ എങ്ങനെ നമുക്ക് JRF ക്രാക്ക് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ നമുക്ക് നെറ്റ് ക്രാക്ക് ചെയ്യാം? നമുക്ക് ആദ്യം വേണ്ടത് നമ്മുടെ ഒരു വിഷനാണ്. ഈ വരുന്ന 2025 ജൂണിലെ എക്സാമിൽ നമ്മൾ JRF ക്രാക്ക് ചെയ്യും എന്നുള്ള, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യണം എന്നുള്ളൊരു ഡിറ്റർമിനേഷൻ നമുക്ക് വേണം. അപ്പം അതിനനുസരിച്ച് നമ്മുടെ മൈൻഡ് സെറ്റ് നമ്മൾ ചേഞ്ച് ചെയ്യണം. നമ്മൾ പറഞ്ഞല്ലോ, നമുക്ക് ഈ വരുന്ന ജൂണിലെ എക്സാമിൽ നമുക്ക് JRF ക്രാക്ക് ചെയ്യണം എന്നുള്ളൊരു തീരുമാനം നമ്മുടെ മൈൻഡിലുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ സോഷ്യൽ മീഡിയ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ നമ്മൾ മാക്സിമം അകന്ന് നിൽക്കണം. അതേപോലെ തന്നെ നമ്മൾ മറ്റ് പല നമ്മൾ മൊബൈലിൽ കളയുന്ന ഒരുപാട് സമയങ്ങളുണ്ട്. ആ സമയമൊക്കെ നമ്മൾ മാക്സിമം പഠനത്തിലേക്കായിട്ട് നമുക്ക് മാറ്റി വെക്കാൻ പറ്റണം. അപ്പൊ അതിനുള്ളൊരു മൈൻഡ് സെറ്റ് നമുക്ക് ഉണ്ടാവണം. മാത്രമല്ല, ഈ JRF ക്വാളിഫൈ ചെയ്യുന്ന ആളുകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർഡ് വർക്ക് ചെയ്തിട്ട് നന്നായിട്ട് സ്മാർട്ട് വർക്ക് ചെയ്തിട്ടാണ് ആ ഒരു ക്വാളിഫിക്കേഷൻ കിട്ടിയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കും അത് കിട്ടും എന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റ് നമുക്ക് ഉണ്ടാവണം. പേപ്പർ ടു ടോപ്പിക് പ്രയോറിറ്റൈസേഷൻ ആണ് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം. ടോപ്പിക് ടു പ്രയോറിറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ പേപ്പർ ടു നമ്മുടെ കമ്പ്യൂട്ടർ സയൻസ് സബ്ജക്റ്റില് നമ്മൾ പറഞ്ഞ 10 മൊഡ്യൂൾ ഉണ്ട്. ഈ 10 മൊഡ്യൂളിന്റെ സിലബസ് നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിൽ ഞാൻ കാണിച്ചു തരാം. ആ സിലബസ് നമ്മൾ കംപ്ലീറ്റ് കവർ ചെയ്യുക എന്നുള്ള ഒരു രീതി മാറ്റി വെച്ചിട്ട് നമുക്ക് കവർ ചെയ്യേണ്ട മാത്രം കാര്യങ്ങൾ, അഥവാ നമുക്ക് പഠിക്കേണ്ട പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഏരിയാസ് മാത്രം എന്ത് ചെയ്യുക, പ്രയോറിറ്റി കൊടുത്തിട്ട് ആ ടോപ്പിക്കിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ്, ആ ടോപ്പിക്കിൽ നിന്ന് ഇതുവരെ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, ആ ടോപ്പിക്കിലെ മെറ്റീരിയൽസ്, ഇതൊക്കെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ആ ടോപ്പിക്കിന്റെ ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻ, ഇങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നമ്മുടെ ടോപ്പിക് ടു പ്രയോറിറ്റൈസേഷൻ ഇത്രയേ ഉള്ളൂ. നമ്മൾ സിലബസിൽ നിന്ന് എന്ത് പഠിക്കണം എന്നുള്ളത് മനസ്സിലാക്കുക. അതിന് ഏതിനാണ് ഹൈ പ്രയോറിറ്റി കൊടുക്കേണ്ടത്, ഏത് നമുക്ക് സ്കിപ്പ് ചെയ്യാം എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാം. അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കാം. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ സിലബസും, അതേപോലെ തന്നെ സിലബസും മൊത്തത്തിലും നോക്കിയിട്ട് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും വർഷത്തേത് നമുക്ക് നോക്കാൻ പറ്റുമെങ്കിൽ അതും കൂടെ നോക്കിയാലാണ് നമുക്ക് ശരിക്കും ഈ ഒരു ടോപ്പിക് പ്രയോറിറ്റൈസേഷൻ ചെയ്യാൻ പറ്റുക. അപ്പൊ ടോപ്പിക് ഏതൊക്കെയാണ് പ്രയോറിറ്റി ഉള്ളത് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചുള്ള ഒരു സ്റ്റഡി പ്ലാൻ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. ആ സ്റ്റഡി പ്ലാൻ വെച്ചിട്ട് നമ്മൾ നമ്മുടെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി മുന്നോട്ട് കൊണ്ടുപോവുക. അപ്പം എന്താണ് സ്റ്റഡി പ്ലാൻ, എന്താ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി നമ്മൾ ഫോളോ ചെയ്യേണ്ടതെന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഹാർഡ് വർക്ക് ചെയ്യുന്നതിന് പകരം നമ്മൾ സ്മാർട്ട് വർക്ക് ചെയ്യുക. നിങ്ങൾ പല ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ടാവും, ഹാർഡ് വർക്ക് അല്ല ചെയ്യേണ്ടത്, ഹാർഡ് വർക്ക് ചെയ്യണം, ഹാർഡ് വർക്ക് സ്മാർട്ട് ആയിട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഹാർഡ് വർക്ക് ചെയ്യേണ്ടെന്നല്ല, ഹാർഡ് വർക്ക് ചെയ്യുന്നത് ഇത് സ്മാർട്ട് ആയിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇതാണ് നമ്മുടെ സിലബസ്. ഈ സിലബസിൽ കണ്ടില്ലേ, മൊഡ്യൂൾ 1 തന്നെ മാത്തമാറ്റിക്കൽ ലോജിക്, അതേപോലെ സെറ്റ് ആൻഡ് റിലേഷൻ, ഗ്രാഫ് തിയറി, ബൂളിയൻ ആൽജിബ്ര, ഗ്രൂപ്പ് തിയറി എന്ന് പറഞ്ഞാൽ ഓരോന്നും ഓരോ ചാപ്റ്റേഴ്സ് ആയിട്ടാണ് നമ്മുടെ നെറ്റിന്റെ സിലബസിൽ തന്നിട്ടുള്ളത്. പക്ഷേ ആക്ച്വലി ഇതൊക്കെ ഓരോന്നും സബ്ജക്റ്റുകളായിട്ട് നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങളാണ്. ഓരോന്നും ഓരോ സബ്ജക്റ്റുകൾ പോലെയാണ്. ഓക്കെ, ഇപ്പൊ 10ാമത്തെ മൊഡ്യൂൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും ലാസ്റ്റ് കണ്ടില്ലേ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, അത് സെപ്പറേറ്റ് ഒരു സബ്ജക്റ്റ് ആണ്. നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസിംഗ് NLP, അത് മറ്റൊരു സബ്ജക്റ്റ് ആണ്. രണ്ട് സബ്ജക്റ്റുകൾ കൂടിയതാണ് ഒരു മൊഡ്യൂൾ. അതേപോലെ 8ാമത്തെ മൊഡ്യൂൾ നോക്കുകയാണെങ്കിൽ POC, അതേപോലെ കമ്പൈലർ ഡിസൈൻ, രണ്ട് ഡിഫറെന്റ് സബ്ജക്റ്റുകൾ കമ്പൈൻ ചെയ്തിട്ടാണ് മൊഡ്യൂൾ ആക്കിയിട്ടുള്ളത്. 7ാമത്തെ ഡാറ്റ സ്ട്രക്ചറും അൽഗോരിതവും, അല്ലെ, ഡാറ്റ സ്ട്രക്ചർ മാത്രം ഒരു സബ്ജക്റ്റ് ആണ്. ഡിസൈൻ ആൻഡ് അനാലിസിസ് ഓഫ് അൽഗോരിതം എന്ന് പറഞ്ഞാൽ DAI എന്ന് പറഞ്ഞു, അത് മറ്റൊരു സബ്ജക്റ്റ് ആണ്. അപ്പൊ ഇങ്ങനെ തന്നെയാണ് ഏകദേശം എല്ലാ മൊഡ്യൂളുകളിലും രണ്ടും മൂന്നും സബ്ജക്റ്റുകൾ കമ്പൈൻ ചെയ്തിട്ടാണ് മൊഡ്യൂളുകൾ ആക്കുന്നത്. അപ്പൊ ഇതിൽ ഏത് സബ്ജക്ട് നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റും, ഏത് സബ്ജക്റ്റാണ് നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത്, ഏത് സബ്ജക്ട് ഏത് രീതിയിൽ നമ്മൾ പഠിക്കണം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത്. സോ പ്രയോറിറ്റൈസ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ആദ്യം ഹോൾ സിലബസ് നമ്മൾ കവർ ചെയ്യണം. ഹോൾ സിലബസ് ഏതൊക്കെയാണ് നമ്മുടെ മൊഡ്യൂളുകൾ വരുന്നത്, ആ മൊഡ്യൂളുകളിൽ വരുന്നിട്ടുള്ള ഓരോ ചാപ്റ്റേഴ്സ് തന്നെ ഏതാ ടോപ്പിക് ഉണ്ടാവും, ടോപ്പിക്കുകൾ ജസ്റ്റ് ഒന്ന് നമ്മൾ നോക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് അനലൈസ് ചെയ്യുക. അഥവാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഈ നമ്മുടെ സിലബസ് പ്രകാരം ഏതൊക്കെ ഏരിയ ആണ് കൂടുതലായിട്ട് ചോദിക്കുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കുറെ കാര്യങ്ങൾ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. എന്തൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും, നമുക്ക് ഓരോ മൊഡ്യൂളും വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ട് ചാപ്റ്റേഴ്സും അതിലെ ടോപ്പിക്കുകളും, അതേപോലെ തന്നെ ഓരോ ടോപ്പിക്കും എത്രത്തോളം ഡെപ്തിൽ ചോദിച്ചിട്ടുണ്ട്. കാരണം ചില സബ്ജക്റ്റുകളിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ ചില ടോപ്പിക്കുകളിൽ സ്ഥിരമായിട്ട് ചോദിക്കുന്നത് ഒരേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്, ഒരേ ടൈപ്പ് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഓയിസിലൊക്കെയുള്ള ഏരിയാസ് ഉണ്ട്. ഓക്കെ, നമ്മൾ പേജ് റീപ്ലേസ്മെന്റും അതേപോലെ ഷെഡ്യൂളിംഗ് അൽഗോരിതവും ആയിട്ട് ബന്ധപ്പെട്ട് സ്ഥിരമായിട്ട് ചോദിക്കുന്നത് ഒരേ ലെവലാണ്, അതൊന്നും ഡെപ്തിലേക്ക് പോകാറില്ല. അപ്പൊ അങ്ങനെ നമ്മൾ ഏത് ഡെപ്തിലേക്ക് പോകുന്നുണ്ട്, എത്രത്തോളം ഡെപ്തിലേക്ക് പോകുന്നുണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ നോക്കി മനസ്സിലാക്കുക. അതേപോലെ തന്നെ എക്സാം ക്വസ്റ്റ്യന്റെ പാറ്റേൺ, അതേപോലെ ടൈപ്പ്, നമുക്കറിയാം അസേർഷൻ റീസണിങ് പോലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, അതേപോലെ തന്നെ പാറ്റേൺ മാച്ചിങ് ഉണ്ടാവും, അതേപോലെ തന്നെ നമുക്ക് നോർമലി ന്യൂമറിക്കൽ ആയുള്ള ക്വസ്റ്റ്യൻസും തിയറിറ്റിക്കൽ ആയുള്ള
ടെർമിനോളജീസ് നമുക്ക് പിക്ക് ചെയ്യാൻ വരുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പം അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിന്റെ ഒക്കെ പാറ്റേൺ ഒക്കെ നോക്കിയിട്ട് നമ്മൾ സബ്ജക്റ്റുകൾക്ക് എന്ത് പ്രയോറിറ്റി കൊടുക്കുക. അപ്പം നോക്കുക, ഓരോ സബ്ജക്റ്റും ഓരോ ടോപ്പിക് നോക്കിയിട്ട് വേണം നമ്മൾ പ്രയോറിറ്റി കൊടുക്കാൻ. കാരണം ടോപ്പിക് നിന്നാണ് ക്വസ്റ്റ്യൻസ് വരിക. അപ്പം ഏറ്റവും കൂടുതൽ ടോപ്പിക്കുകൾ ഏത് സബ്ജക്റ്റിലാണ് കവർ ചെയ്തിട്ടുള്ളത് ആ ഒരു സബ്ജക്റ്റിന് ഹൈ പ്രയോറിറ്റി കൊടുക്കുക. അതേപോലെ തന്നെ ഇതെല്ലാം നമ്മൾ ചെയ്തു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും നമുക്ക് ഏതൊക്കെ സ്കിപ്പ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അങ്ങനെ സ്കിപ്പ് ചെയ്യാൻ പറ്റുന്നതൊക്കെ നമുക്ക് സ്കിപ്പ് ചെയ്തിട്ട് നമ്മൾ എന്തൊക്കെയാ ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കുക. അതിനെ ബേസ് ചെയ്തിട്ട് ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കുക. എന്താണ് പഠിക്കാനുള്ളത്. സ്റ്റഡി പ്ലാൻ നമുക്ക് എന്താ വരുന്നത്? ഇപ്പം ഞാൻ പറയുകയാണ്, വോയിസ് നമുക്ക് ഈ ഇമ്പോർട്ടന്റ് ആയ ഒരു മൊഡ്യൂൾ ആണ്. പക്ഷെ NLP നമുക്ക് അത്ര ഇമ്പോർട്ടന്റ് അല്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ NLP നമുക്ക് സ്കിപ്പ് ചെയ്യാം. പക്ഷെ വോയിസ് പഠിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വോയിസ് സബ്ജക്റ്റ് ആയിട്ടുള്ളൂ. ഇനി അതിൽ നമുക്ക് എന്ത് പഠിക്കണം? അതിന്റെ തിയറിറ്റിക്കൽ ആയുള്ള വശമുണ്ട്. ഈ ഓരോ ടോപ്പിക്കിന്റെയും തിയറി പഠിക്കണം. ഓരോ ടോപ്പിക്കിനും ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കിയിട്ട് ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ സോൾവ് ചെയ്ത് പഠിക്കണം. ഓരോ ടോപ്പിക്കിനും ലാസ്റ്റ് മിനിറ്റ് നോട്ട്സും നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും അല്ലേ? പലതിനും പല ടേബിൾസ്, ഇക്വേഷൻസ്. ഇപ്പൊ നമ്മൾ ഡിസ്ക് ഷെഡ്യൂളിംഗ് ഒക്കെ പറയുമ്പോൾ ഡിസ്ക് ഷെഡ്യൂളിംഗുമായിട്ട് ബന്ധപ്പെട്ട ഒരു 12ഓളം ഇക്വേഷൻസ് ഉണ്ട്. നിങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടോ എന്നറിയില്ല. ഏകദേശം ഒരു 12ഓളം ഇക്വേഷൻസ് ഉണ്ട്. നമ്മളെ ആക്സസ് ടൈം കാണുന്നതും അതേപോലെ സീക്ക് ടൈം കാണുന്നതും ഇങ്ങനെ കുറെ നമുക്ക് എന്തുണ്ട് ഇക്വേഷൻസ് വരുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഓരോ ടോപ്പിക് എടുക്കുമ്പോഴും ചിലപ്പോൾ ചിലതിൽ ഇക്വേഷൻസ് ഉണ്ടാവും, ചിലതിൽ പ്രോപ്പർട്ടീസ് ഉണ്ടാവും, ചിലത് ക്യാരക്ടറിസ്റ്റിക് ടേബിൾസ് ഉണ്ടാവും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ലാസ്റ്റ് മിനിറ്റ് നോട്ടിൽ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെക്കുന്നത്. ഇപ്പം നമ്മൾ TOC ഒക്കെ നോക്കുകയാണെങ്കിൽ നമ്മൾ ക്ലോഷർ പ്രോപ്പർട്ടീസ് അല്ലെ, അതേപോലെ തന്നെ നമ്മൾ എന്ത് പറയും, ഡിസൈഡബിൾ ആണോ അൺഡിസൈഡബിൾ ആണോ, അങ്ങനെ ഡിസൈഡബിൾ ആയിട്ടുള്ള ഏതൊക്കെയാണ് അൽഗോരിതംസ് ഉള്ളത്, ഇതൊക്കെ നമുക്ക് ലാസ്റ്റ് മിനിറ്റ് നോട്ടിൽ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അപ്പം ഈ 3 കാര്യമാണ് നമ്മൾ സ്റ്റഡി പ്ലാൻ നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. തിയറി നമ്മൾ എന്ത് ചെയ്യുക, ലെക്ചർ നോട്ട് ആയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുക, സബ്ജക്ട് നോട്ട് ആയിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുക. അതേപോലെ തന്നെ PYQ എന്ന് പറഞ്ഞാൽ 2004 മുതൽ 2024 ഡിസംബർ വരെ നടന്നിട്ടുള്ള എല്ലാ എക്സാമുകളുടെയും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. നമ്മൾ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ കോഴ്സിലൂടെ നമ്മൾ അതിന്റെയൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കഷൻ നമ്മൾ നടത്തും. അതേപോലെ തന്നെ ലാസ്റ്റ് മിനിറ്റ് നോട്ട് പ്രിപ്പയർ ചെയ്യാം. നമ്മൾ പറഞ്ഞല്ലോ, ഇക്വേഷൻസ്, പ്രോപ്പർട്ടീസ്, ടേബിൾസ്, ന്യൂമറിക്കൽ ഷോർട്ട് കട്ട് മെത്തേഡുകൾ, ഇതൊക്കെ എന്ത് ചെയ്യാം, നമ്മളെ PYQവിനെ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഇതേപോലത്തെ ലാസ്റ്റ് മിനിറ്റ് നോട്ട് വെക്കാൻ പറ്റും. അപ്പം ഇത് ലാസ്റ്റ് മിനിറ്റ് നോട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് മാത്രമല്ല, ഓരോ ദിവസവും അതിലേക്ക് അപ്ഡേഷൻസ്, പുതിയ പുതിയ കാര്യങ്ങൾ ആഡ് ചെയ്യുക. ഡയലി അത് പറ്റുമെങ്കിൽ റിവൈസ് ചെയ്യുക. അതേപോലെ തന്നെ ഈ സ്റ്റഡി പ്ലാനിൽ മെയിൻ ആയിട്ട് വരുന്നത് ഈ കാര്യങ്ങളാണ്, തിയറിയും PYQയും ലാസ്റ്റ് മിനിറ്റ് നോട്ടുമാണ്. അതിന് പുറമെ നെറ്റ് അല്ലാതെ പറ്റുമെങ്കിൽ നമുക്ക് ഗേറ്റ് എക്സാമിന്റെ ക്വസ്റ്റ്യൻസും അതേപോലെ തന്നെ സിമിലർ ആയുള്ള ISRO നടത്തിയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ഇങ്ങനെയുള്ള സിമിലർ പാറ്റേണിലുള്ള അല്ലെങ്കിൽ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മൾ മാക്സിമം കളക്ട് ചെയ്തിട്ട് അതൊക്കെ പ്രിന്റ് എടുത്തിട്ട് അതൊക്കെ സോൾവ് ചെയ്ത് പഠിക്കുക. അതേപോലെ തന്നെ മാക്സിമം PYQ പ്രാക്ടീസ് ചെയ്യുക. പല വെബ്സൈറ്റുകളുണ്ട് നമുക്ക് PYQ അവൈലബിൾ ആയത്. UGC നെറ്റിന്റെ ലെവലുള്ള പല സ്റ്റേറ്റുകൾ നടത്തുന്ന സെറ്റുകളുണ്ട്. UGC നെറ്റിന്റെ അതേ ലെവലുള്ള സെറ്റ് എക്സാമുകളുണ്ട്. കർണാടക സെറ്റ്, അതേപോലെ രാജസ്ഥാൻ സെറ്റ് ഒക്കെ ആ ഒരു ലെവലിൽ വരുന്ന സെറ്റ് എക്സാമുകളാണ്. നെറ്റിന്റെ ലെവലിൽ വരുന്ന സെറ്റ് എക്സാമുകളാണ്. അപ്പൊ അതിന്റെയൊക്കെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും വിത്ത് ഫീയും അവൈലബിൾ ആണ്. അതൊക്കെ മാക്സിമം പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതൊക്കെ പ്രാക്ടീസ് ചെയ്യുക. ദെൻ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബോക്സ് 1 ആൻഡ് 2 പേപ്പർ നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് 2 പേപ്പറിലും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. ഒരു 195 മാർക്കെങ്കിലും നമ്മൾ ടാർഗറ്റ് ചെയ്യുക. അതിൽ 60 മാർക്ക് മിനിമം നമ്മൾ ഫസ്റ്റ് പേപ്പറിന് ടാർഗറ്റ് ചെയ്യുക. കാരണം 60 മാർക്ക് ഫസ്റ്റ് പേപ്പറിൽ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ ഏകദേശം നമ്മൾ JRFന്റെ ആ ഒരു ലെവലിലേക്ക് എത്തും എന്നുള്ളത് ഉറപ്പാണ്. കാരണം നമ്മൾ സബ്ജക്റ്റിൽ അത്യാവശ്യം നോളജ് ഉണ്ടെങ്കിൽ ജനറൽ പേപ്പറിലാണ് എല്ലാവർക്കും പൊതുവെ മാർക്ക് കിട്ടാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാവാറുള്ളത്. അപ്പോൾ 60 മാർക്ക് പേപ്പർ 1ൽ കിട്ടിക്കഴിഞ്ഞാൽ ഒരു 130ന്റെ മേലെ പേപ്പർ 2ൽ ഉണ്ടെങ്കിൽ നമ്മൾ JRF ക്വാളിഫൈ ചെയ്തിട്ടുണ്ടാവും. അതേപോലെ തന്നെ പ്രീവിയസ് ഇയറിൽ നമ്മൾ അറ്റംപ്റ്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ UGC നെറ്റ് എക്സാം എഴുതിയിട്ടുണ്ടെങ്കിൽ അതിനേക്കാളും ഒരു 20 മാർക്ക് നമുക്ക് കൂടുതൽ കിട്ടണം എന്നുള്ള രീതിയിലുള്ള ഒരു പ്രിപ്പറേഷൻ നമ്മൾ നടത്തുക. ആ ഒരു ഇമ്പ്രൂവ്മെന്റ് നമുക്ക് വരണം. ഇമ്പ്രൂവ്മെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം നെറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ ഇപ്രാവശ്യം നെറ്റ് കിട്ടുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം നെറ്റ് കിട്ടിയ ആളുകൾക്ക് ഇപ്രാവശ്യം JRF കിട്ടുള്ളൂ. അതേപോലെ തന്നെ നമുക്ക് ഡയലി റൂട്ടീൻ സെറ്റ് ചെയ്യണം. നമ്മൾ പറഞ്ഞില്ലേ, വീക്ക് ഡേയ്സും വീക്കെൻഡ്സും ഒക്കെ നമുക്ക് മാത്സിന് പഠിക്കാനും വേണ്ടിയിട്ട് മാറ്റി വെക്കുക. ഒരു 2 to 3 hours PYQ പ്രിപ്പയർ ചെയ്യണം. അഥവാ 2 to 3 hours എന്ന് പറഞ്ഞാൽ ഞാനൊക്കെ പ്രാക്ടീസ് ചെയ്ത ആ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നതാണ്. നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പർ ശരിക്കും പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ ഒരു 100 ക്വസ്റ്റ്യനുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആണെങ്കിൽ മിനിമം 2 hours കാണും. രണ്ടിൽ കൂടുതൽ മണിക്കൂർ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് ചെലവഴിക്കേണ്ടി വരും. കാരണം ഓരോന്നും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെയ്ത് പഠിക്കുക ആണെന്നുണ്ടെങ്കിൽ 2 മണിക്കൂർ മുതൽ 3 മണിക്കൂർ വരെ സമയം എടുക്കും. അതേപോലെ ഒരു പേപ്പർ 1ന് നമ്മൾ 1 hour എങ്കിലും മിനിമം നമ്മൾ ഓരോ ദിവസവും മാറ്റി വെക്കുക. അതേപോലെ തന്നെ നമ്മുടെ തിയറിറ്റിക്കൽ കൺസെപ്റ്റിന് വേണ്ടിയിട്ട് ഒരു 2 hours.
തിയറി ഒരു 2 hours എങ്കിലും ഓരോ ദിവസം പഠിക്കുക. അപ്പൊ അറ്റ്ലീസ്റ്റ് ഒരു 5 to 6 hours എങ്കിലും മിനിമം പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പൊ ഈ ഒരു സമയം കണ്ടെത്തുക എന്നുള്ളത് ചാലഞ്ചിങ് ആണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് നമുക്ക് JRF കിട്ടുക എന്നുള്ളത് നമ്മുടെ ലക്ഷ്യമാണ്. സോ നമ്മൾ ട്രെയിൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ വീക്കെൻഡ്സിലും നമുക്ക് അഡീഷണൽ ആയിട്ട് നമുക്ക് സാറ്റർഡേ സൺഡേകളൊക്കെ നമുക്ക് ലീവ് ഉള്ള ദിവസങ്ങള്, ഹോളിഡേ ഉള്ള ദിവസങ്ങളിലൊക്കെ ഒരു അഡീഷണൽ ആയിട്ട് നമ്മൾ ഡേ ടൈമിലൊക്കെ 2 hours ന്യൂമറിക്കലി അതേപോലെ റിലേറ്റഡ് ആയിട്ടുള്ള ഗേറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമെങ്കിൽ മോക്ക് ടെസ്റ്റുകളും PYQs ഒക്കെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതൊക്കെ പ്രാക്ടീസ് ചെയ്യുക. ദെൻ UGC നെറ്റുമായി ബന്ധപ്പെട്ട യൂസ്ഫുൾ ആയിട്ടുള്ള റിസോഴ്സുകളാണ് ക്വസ്റ്റ്യൻ ബാങ്ക്. ഇത് ഓരോ ഏജൻസി നടത്തുന്ന സമയത്തുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എത്ര എണ്ണം ഏതൊക്കെ കാറ്റഗറി പേപ്പർ ആണെന്നുള്ളതാണ് നമ്മൾ പറഞ്ഞിരുന്നത്. 15 പേപ്പർ 2 ഉണ്ട് 2004 മുതൽ 2011 വരെ. അന്ന് UGC ആണ് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓരോ ക്വസ്റ്റിനും 2 മാർക്ക് വീതമായിരുന്നു 50 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്. അതേപോലെ തന്നെ 13 പേപ്പേഴ്സ് ഉണ്ട് പേപ്പർ 2 2012 മുതൽ 2017 വരെ. ആ ഒരു കാലയളവിൽ കണ്ടക്ട് ചെയ്തത് CBSE ആയിരുന്നു. 50 ക്വസ്റ്റ്യൻ ഉള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് പേപ്പർ 2 വന്നിട്ടുണ്ടായിരുന്നത് അന്ന്. 13ഓളം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. അതേപോലെ തന്നെ 13ഓളം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പേപ്പർ 3യിലും ഉണ്ട് 2012 to 17. അതും CBSE കണ്ടക്ട് ചെയ്ത ആ സമയത്ത് തന്നെയാണ്. അന്ന് പേപ്പർ 2 പേപ്പർ 3 ആയിരുന്നു. പേപ്പർ 2ല് 50 ക്വസ്റ്റ്യനും പേപ്പർ 3ല് 75 ക്വസ്റ്റ്യനും. പേപ്പർ 2 ഒരു ബേസിക് അല്ല, ഒരു ഇന്റർമീഡിയറ്റ് ലെവലും. പേപ്പർ 3 ഒരു അഡ്വാൻസ് ലെവലുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അഥവാ ആ ക്വസ്റ്റ്യന്റെ ലെവൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കുറച്ചും കൂടെ ഈസി ആയിരുന്നു പേപ്പർ 2, ഡിഫിക്കൽട്ടി ആയിരുന്നു പേപ്പർ 3. അതേപോലെ തന്നെ ഒരു പേപ്പർ 2018 ജൂലൈയിൽ CBSE നടത്തിയിട്ടുണ്ട്. കാരണം അന്നാണ് പേപ്പർ 2 പേപ്പർ 3 കൂടെ കമ്പൈൻ ചെയ്തത്. CBSE ലാസ്റ്റ് നടത്തിയ എക്സാം ആയിരുന്നു. അതിൽ 100 മാർക്കായിരുന്നു, 100 ക്വസ്റ്റ്യൻ ആയിരുന്നു ഉണ്ടായിരുന്നത്, ഈ 200 മാർക്കിന്റെ. അതേപോലെ തന്നെ അതിനുശേഷം NT ആണ് എക്സാം നടത്താൻ തുടങ്ങിയിട്ടുള്ളത്. 11 പേപ്പേഴ്സ് ഉണ്ട് 2018 മുതൽ 2024 ഡിസംബർ വരെ, 100 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ്. ഇനി അതിന്റെ പുറമെ നമുക്ക് 10 ISRO നടത്തിയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉണ്ട്. 33 കൂടുതൽ ഗേറ്റ്, 33 അല്ല ശരിക്കും 35 കൂടുതലുണ്ട്. കാരണം 2 വർഷം മുന്നത്തെ ഡാറ്റയാണ് ഗേറ്റിന്റെ. 35 കൂടുതൽ ഗേറ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അവൈലബിൾ ആണ്. ഓപ്പർച്യൂണിറ്റീസ് ഫോർ PhD ഓൺലി അഡ്മിഷൻ ആകുമ്പോൾ നമുക്കറിയാം അവരുടെ ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്മിഷൻ ടു PhD മാത്രമാണ്. PhD ഓൺലി കാറ്റഗറിയിൽ ക്വാളിഫൈ ചെയ്തിട്ടുള്ള ആളുകൾക്ക് PhDയിലേക്ക് അഡ്മിഷൻ എടുക്കാൻ എക്സംപ്റ്റഡ് കാറ്റഗറിയിൽ വരും എന്നുള്ളതാണ്. എൻട്രൻസ് എക്സാം എഴുതേണ്ട, ഡയറക്റ്റ് ആയിട്ട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാം. നെക്സ്റ്റ് ക്വാളിഫൈ ചെയ്ത ആളുകളാണെങ്കിൽ അഡ്മിഷൻ ടു PhD എലിജിബിൾ ആണ്, അഥവാ എക്സംപ്റ്റഡ് കാറ്റഗറി ആണ്. ഡയറക്റ്റ് ആയിട്ട് ഇന്റർവ്യൂ അപ്പിയർ ചെയ്യാം PhDക്ക് വേണ്ടിയിട്ടുള്ളൂ. അതിന് പുറമെ ലെക്ചർഷിപ്പ് യോഗ്യത നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അസിസ്റ്റന്റ് പ്രൊഫസർ അല്ലെങ്കിൽ ലെക്ചർഷിപ്പ് യോഗ്യത ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ അതിനുള്ള ഒരു യോഗ്യത ലഭിക്കുന്നുള്ളതും. അതേപോലെ തന്നെ അതിന് പുറമെ നാഷണൽ ഇമ്പോർട്ടൻസ് ഉള്ള ഓർഗനൈസേഷൻസ് ലൈക്ക് ISRO, അതുപോലെ തന്നെ DRDO, ഇങ്ങനെയുള്ള പല ലാബുകളുണ്ട്, റിസർച്ച് ലാബുകൾ. ഇവിടെയൊക്കെ റിസർച്ച് അസിസ്റ്റന്റ് എന്ന് പറഞ്ഞ പോസ്റ്റ്, അത് എന്താണ് നമ്മുടെ ഈ ഒരു ജൂനിയർ റിസർച്ച് ഫെലോ എന്നൊക്കെ പറഞ്ഞിട്ടോ അല്ലെങ്കിൽ റിസർച്ച് അസിസ്റ്റന്റ് എന്നൊക്കെ പറഞ്ഞിട്ടോ നമുക്ക് ഫെലോഷിപ്പോട് കൂടിയിട്ട് റിസർച്ച് ചെയ്യാനുള്ള ഒരു അവസരമാണ്. പക്ഷെ അത് PhD അല്ല നമുക്ക് കിട്ടുക. നമുക്ക് PhD കിട്ടും, നമുക്കൊരു റിസർച്ച് എക്സ്പീരിയൻസ് കിട്ടും എന്നുള്ളതാണ്. അതേപോലെ തന്നെ JRF പൊസിഷൻസ് വരുന്നുണ്ട് പല നാഷണൽ ഇമ്പോർട്ടൻസ് ഓർഗനൈസേഷൻസിൽ. അവിടെ നമുക്ക് വർക്ക് ചെയ്യാൻ നമുക്ക് നെറ്റ് ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ എലിജിബിൾ ആണ്. അതേപോലെ പല പബ്ലിക് പ്രൈവറ്റ് സെക്ടേഴ്സിലും നമുക്ക് നെറ്റ് ക്വാളിഫിക്കേഷൻ നമുക്ക് ജോലി കിട്ടും എന്നുള്ളതുകൊണ്ട് ഇതൊക്കെ JRF ക്വാളിഫൈ ചെയ്തുള്ള ആളുകൾക്ക് ഈ എല്ലാം കിട്ടുന്നുണ്ട്. അതിന് പുറമെ ഫെലോഷിപ്പോട് കൂടിയിട്ട് PhDക്ക് അഡ്മിഷൻ കിട്ടുന്നുണ്ട്. ജൂനിയർ റിസർച്ച് ഫെലോ ആയിട്ടുള്ള ഒരാൾക്ക് JRF ക്വാളിഫൈ ചെയ്തുള്ള ആളുകൾക്ക് 43+ ആണ് ഇപ്പോ, 43,000+ ആണ് ഇപ്പോ ഫെലോഷിപ്പ് ആയിട്ട് മന്ത്ലി ഫെലോഷിപ്പ്. അത് SRF ആവുന്നതോടുകൂടി 50,000 അല്ല 52,000 വരുന്നുണ്ട്. അതും 2 വർഷം കൊണ്ട് വീണ്ടും അതിന്റെ ഹൈക്ക് വരും. അപ്പോൾ ചിലപ്പോൾ നിങ്ങളൊക്കെ ക്വാളിഫൈ ചെയ്ത് നിങ്ങൾ അഡ്മിഷൻ എടുക്കുമ്പോഴേക്ക്, നിങ്ങൾ അഡ്മിഷൻ എടുത്ത് 1 വർഷം ആകുമ്പോഴേക്ക് വീണ്ടും ആ ഒരു 43,000 എന്നുള്ളത് 50,000ന്റെ മുകളിലേക്ക് ഹൈക്ക് വരും എന്നുള്ളതാണ് ഒരു സുവർണാവസരമാണ്. അതേപോലെ തന്നെ ഈ ഇന്റർവ്യൂ ഒക്കെ വരുമ്പോൾ എസ്പെഷ്യലി ഹയർ എഡ്യൂക്കേഷൻ സെക്ടേഴ്സിലേക്കുള്ള അസിസ്റ്റന്റ് പ്രൊഫസർ ഇന്റർവ്യൂ, അതുപോലെ മറ്റ് പല ഇന്റർവ്യൂസിലും JRF ക്വാളിഫൈ ചെയ്യുന്ന ആളുകൾക്ക് ഒരു പ്രയോറിറ്റി കിട്ടുന്നു എന്നുള്ളതും JRF ക്വാളിഫൈ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ബെനിഫിറ്റ് ആണ്. സോ ഇതൊക്കെയാണ് കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത്. സോ ഈ വർഷത്തെ ജൂണിൽ നടക്കുന്ന എക്സാമിന് വേണ്ടിയിട്ട് മാക്സിമം JRF ക്വാളിഫൈ ചെയ്യാനും വേണ്ടിയിട്ട് പച്ചവെള്ളം അക്കാഡമി നിങ്ങളുടെ കൂടെ ഉണ്ട്. JRF ക്വാളിഫൈ ചെയ്തിട്ടുള്ള ഒരു കൂട്ടം അധ്യാപകരാണ് ക്ലാസ് എടുക്കുന്നത്. അതുകൊണ്ട് മാക്സിമം ഒരാൾക്കും ഇതുവരെ ആ ഒരു പച്ചവെള്ളം അക്കാഡമിയിൽ ജോയിൻ ചെയ്തിട്ട് വെറുതെ ആയി പോയി തോന്നിയിട്ടില്ല. നിങ്ങളുടെ ഫീഡ്ബാക്ക് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ അതുകൊണ്ട് തന്നെ
അഡ്മിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് അതിന്റെ ബ്രോഷറിൽ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് നിങ്ങൾ എൻക്വയറി നടത്തി കഴിഞ്ഞാൽ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് അറിയാൻ പറ്റും. സോ ഇത്രയും നമ്മൾ കൂടുതലായി ഡിസ്കസ് ചെയ്യുന്നില്ല. സോ നമുക്ക് ഈ ഒരു സെഷൻ വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു.